ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ Q&A ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാനും എനിക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് അപ്ഡേറ്റ്സുകൾ തരാനുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ എനിക്ക് തോന്നുന്നു 900 അടുപ്പിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളത് ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഞാൻ അതിൽ കോമൺ ആയിട്ടുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്, വോട്ടിംഗ് കൂടുതലുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോട്ട് പോവാം ഗൈസ്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അശ്വതി അച്ചു 8908 ആണ് ചോദിച്ചിട്ടുള്ളത്. 200 അപ് ടു ലൈക്ക് ഉണ്ട്. അപ്പം നമുക്ക് അത് ചോദിക്കാം. ഗംഗ, എനിക്ക് തൻ്റെ സംസാരം കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. അമ്മയും പൊളിയാണ്, ഞാൻ പറഞ്ഞേക്കാം. ഗംഗയുടെ ജീവിതം പോലെയായിരുന്നു എൻ്റെ കുട്ടിക്കാലം, ഉപദ്രവം മാത്രമില്ല, ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. അച്ഛൻ എന്ന ഒരാൾ മരിച്ചു. സോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിത് കേൾക്കുമ്പോഴേ, എനിക്കിപ്പം മറ്റുള്ളവർ കേൾക്കുമ്പോൾ പറയുമല്ലോ, അയ്യോ അച്ഛൻ എന്നുള്ള ഒരാൾ മരിച്ചു, അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടിയെന്ന്. പക്ഷേ എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. നമ്മുടെ കഥ എല്ലാവർക്കും, നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആ ഒരു കഥയെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു കെട്ടുകഥയാണ്. അവർക്ക് അവരുടെ ലൈഫിൽ വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. കാരണം ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ട് ആരൊക്കെ ഇത് റിപ്ലൈ എടുത്തിട്ടുണ്ടായിരുന്നു, അച്ഛൻ മരിച്ചു എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് ചിലർക്ക് അച്ഛൻ നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരു ആശ്വാസമാണ്, ചിലർക്ക് മരിക്കുമ്പോഴായിരിക്കും ഒരു ആശ്വാസം. വീട് പണി ഏതുവരെയായി നടന്നുകൊണ്ടിരിക്കുന്നു, അതൊക്കെ പറയാം. എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ബിഗ് ബോസിൽ ഒരാൾ പേര് പറഞ്ഞിട്ടുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല. പ്ലേനെ കുറിച്ച് എനിക്കൊന്നും പറയില്ല. യൂട്യൂബ് അല്ലാതെ ഗംഗ ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഈ കമൻറ്റ് കാണാതെ പോകരുത്. എൻ്റെ എല്ലാ വീഡിയോസ് കാണാറുണ്ട്, ലൈക്ക് ചെയ്യും, ബട്ട് കമൻറ്റ് കുറവാണ്. ലവ് യു ഗംഗ എൻ്റെ അമ്മ മാളു, പിന്നെ മുറച്ചിറക്കൻസ്. താങ്ക് യു സോ മച്ച്. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാനുള്ളത് ബിഗ് ബോസിൻ്റെ സംഭവമാണ്. സോ അപ്പോൾ എനിക്കതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അപ്പം ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ എനിക്കിത് ഭയങ്കര സന്തോഷം. കാരണം അത്യാവശ്യം ഒരുപാട് നല്ല കമൻറ്റ്സ്, ലൈക്ക് കിട്ടിയ കമൻറ്റ്സാണ്. എല്ലാവരും തിരക്കിയിലും എല്ലാം എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് യൂട്യൂബ് എന്നുള്ളതിൽ കഴിഞ്ഞ് ഇനി എന്തെങ്കിലും ഒരാഗ്രഹം ഉണ്ടാകുമെന്ന് വെച്ചാൽ, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഒന്നും ചാടിക്കയറി ആദ്യമേ ഒന്നും പറയുന്ന ഒരു ടൈപ്പല്ല. എല്ലാം എൻ്റെ കാര്യങ്ങൾ നടന്നതിന് ശേഷമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഒന്ന് മാത്രമാണ് നടക്കാതെ ഷെയർ ചെയ്ത് പോയത്. അപ്പോൾ അതിൽ എനിക്കിപ്പോൾ നല്ല റിഗ്രഷൻ ഉണ്ട്. ഷെയർ ചെയ്യേണ്ടതെന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. ഓക്കെ, അപ്പം അത് ഞാൻ പറയാം, എൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, പേരൊന്നും ഞാൻ വായിക്കുന്നില്ല, ക്വസ്റ്റ്യൻസ് മാത്രം കവർ ചെയ്ത് പോവാം. BBH, ബിഗ് ബോസ് ഹൗസിലേക്ക് അവസരം കിട്ടിയാൽ പോകുമോ? ബിഗ് ബോസ് ഹൗസ് ആരെയാണ് ഇഷ്ടം? ഞാൻ പറയാം. എന്നെ ബിഗ് ബോസ് ഹൗസിൽ അവസരം കിട്ടിയാൽ പോകുമെന്ന് ചോദിച്ചാൽ, ഓഫ് കോഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ അതായത് ഇപ്പോഴത്തെ ഈ ബിഗ് ബോസ് 5 ആണോ ഇപ്പം, അതാ 6 ഓക്കെ, ഇപ്പം ഏതാണോ സീസൺ, ആ സീസണിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സീസണിൽ എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ റീസൺസ് ഞാൻ പറഞ്ഞു. അപ്പം റീസൺസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന്, ഞാൻ പോവാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, എല്ലാത്തിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, വീട് പണി നടക്കുകയാണ്. വീട് പണി നടക്കുമ്പോഴത്തേക്ക് എനിക്ക് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം അപ്പം എന്നെ വിളിച്ച കോർഡിനേറ്ററിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്പോൾ വീട് പണി നടക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ലാത്ത നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അങ്ങനെയല്ല, അത് നമ്മളെ വീടാണ്, അപ്പം നമ്മൾ നിൽക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലത്. സോ വീട് പണി നടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ വീട്ടിൽ അമ്മ, ഞാൻ, അനിയത്തി, പിന്നെ പൂച്ചകളും പട്ടികളും മാത്രമാണ് എൻ്റെ വീട്ടിലുള്ളത്. അപ്പം ഞങ്ങളും അമ്മ അനിയത്തിയും ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോവേണ്ടി വരും. എനിക്ക് ഒരു സമാധാനം കിട്ടില്ല ഗൈസ്, ഒരിക്കലും എനിക്കൊരു സമാധാനം കിട്ടില്ല. ഇപ്പം മുമ്പൊന്നും ഞാൻ അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും വിളിക്കുകയൊന്നുമില്ലായിരുന്നു. ഞാൻ അങ്ങനെ എവിടെയെങ്കിലും പോയി ഞാനങ്ങ് വൈബ് അടിച്ചിരിക്കുമായിരുന്നു മുമ്പൊക്കെ, എവിടെയെങ്കിലും പോകുമ്പോൾ വീട്ടിൽ നിന്ന്. പക്ഷെ ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോയാൽ ഞാൻ രാവിലെ വിളിക്കും, ഉച്ചയ്ക്ക് വിളിക്കും, രാത്രി വിളിക്കും. എനിക്കൊരു തള്ള വൈബിലോട്ട് ഞാൻ എത്തിയിരിക്കുന്നു. ഞാൻ ആ ഒരു ഫാമിലി സംഭവം ഇതായിപ്പോയി. കാരണം എനിക്ക് എല്ലാവരെയും കാര്യം എനിക്ക് എല്ലാം അറിയണം. അവർക്ക് എന്തെങ്കിലും പറഞ്ഞാൽ, അമ്മയ്ക്ക് വയ്യാത്തതാണ്, മാളൂന് അസുഖങ്ങളുണ്ട്, അപ്പോൾ എൻ്റെ പൂച്ചക്കൊക്കെ സ്ഥിരം അസുഖങ്ങളാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് എനിക്ക് മാറിയിരിക്കാൻ പറ്റില്ല. കാരണം പൂച്ചയ്ക്ക് അസുഖം വരുമ്പോൾ സ്ഥിരം ഞാനാണ് ഇവിടെ നോട്ടയൊക്കെ വിളിച്ച് കൊണ്ടുപോകണത്. കാരണം അറിയാവുന്നവർക്കറിയാം, സ്ഥിരം ഇവിടെ മൃഗാശുപത്രിയിലൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. രണ്ടാമത്തെ റീസൺ, അവരെ എനിക്ക് ഒറ്റയ്ക്ക് ആക്കിയിട്ട് എനിക്ക് ഇപ്പം ബിഗ് ബോസ് എന്ന് പറയണത് ഭയങ്കര മൈൻഡ് ഫ്രീ ആയിട്ട്
പോയിട്ട് റിലാക്സ് ചെയ്ത് നമ്മൾ അവിടെ ചെന്നിട്ട് ഭയങ്കര മൈൻഡ് പ്ലാനോടൊക്കെ കളിക്കുന്ന ഒരു സംഭവമില്ലേ. അപ്പം ഞാൻ മൈൻഡ് റിലാക്സ് അല്ലാതെ അയ്യോ അവരെന്തെങ്കിലും ചെയ്യണോ എന്തോ, അയ്യോ അവിടെ എന്തെങ്കിലും സീൻ കാണും, അവിടെ എന്തെങ്കിലും പ്രശ്നം കാണും എന്നൊക്കെ പറയുകയാണെന്നോ എന്നൊക്കെ ഒരു ഇത് വന്നാൽ നമുക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് അതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ രണ്ടാമത്തെ കേസ് വെച്ചാൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളാണ്. മെൻ്റലി ഫിസിക്കലി ഫിസിക്കലി എൻ്റെ ഹെൽത്ത് കുറച്ച് നാൾ മുമ്പ് ഭയങ്കര വീക്കായിരുന്നു. പക്ഷേ ഇപ്പം അബ്സല്യൂട്ട്ലി ഓക്കെയാണ്. അപ്പം മെൻ്റൽ ഹെൽത്ത് ആയതുകൊണ്ട് തന്നെ ഗൈസ് എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ലൈക്ക് എനിക്ക് പാസ്റ്റിലായാലും ഒരുപാട് ട്രോമയുണ്ട്. ഇപ്പം രാത്രി ഇരുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കിടന്ന് വിളിക്കും. അപ്പം ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോഴത്തേക്ക് ആരെങ്കിലും എൻ്റെ സൈഡിൽ കൂടെ ഒരു നിഴൽ പോയാലും ഞാൻ വിളിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ഡ്രാമ ക്യൂനാവും, ഞാൻ ഡ്രാമയാവും. കാരണം അപ്പോൾ എനിക്ക് അത്രയും ട്രോമ ഉള്ള ഞാൻ ഒരിക്കലും ഒരു പരിപാടിക്ക് ഹീലാവാതെ പോവാൻ പാടില്ല. കാരണം അത് നമ്മുടെ കുറച്ചുകൂടെ ട്രോമയാവും. കാരണം എനിക്ക് മനസ്സിലായ കാര്യം, പണ്ട് നടന്ന എൻ്റെ ലൈഫിൽ നടന്ന എൻ്റെ 17-18 വയസ്സിൽ നടന്ന കാര്യങ്ങൾ ഞാനൊന്നും ഓവർകം ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് എല്ലാം എന്തൊക്കെയോ കൊണ്ട് മൂടി വെച്ചേക്കായിരുന്നു. പക്ഷേ ഒരു 10-22 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ചില സിറ്റുവേഷൻസ് ഞാൻ എൻ്റെ ലൈഫിൽ അമ്മയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അതേപോലെ എൻ്റെ ലൈഫിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ സീരിയസ്ലി ഗൈസ് എൻ്റെ ട്രോമ ഞാൻ എവിടെ മൂടി വച്ചാൽ അത് ഞാനായിട്ട് തന്നെ കുഴിതോണ്ടെടുത്ത് എനിക്ക് അമ്മാതിരി പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ട്രോമകളുള്ള ഞാൻ ഒരിക്കലും പോവാതിരിക്കുന്നതാണ് നല്ലത്. ആൻഡ് നെക്സ്റ്റ് പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. കാരണം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ഏത് പ്ലാറ്റ്ഫോമിൽ ചെന്നാലും എവിടെ ചെന്നിരുന്നാലും ഞാനും എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഹാപ്പി ആയിരിക്കണം. എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെ ഹാപ്പിയാക്കാൻ ഞാൻ എന്തും ചെയ്യുന്ന ഒരാളാണ്. കാരണം എനിക്ക് മിക്കവാറും എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കും എനിക്ക് ചുറ്റും. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു നല്ല വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എപ്പോഴും നല്ല വൈബായിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ചിൽ അണ്ടക്കാക്ക കൊണ്ടക്കാറിയൊക്കെ ഇട്ട് നല്ല ചില്ലടിച്ച് ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ ബിഗ് ബോസിൽ പോയി അവിടെ ഇങ്ങനെയല്ലേ പരസ്പരം തമ്മിൽ തെറ്റിച്ച് അടിയുണ്ടാക്കി കണ്ടന്റിന് വേണ്ടിയിട്ട് ആര് പ്രശ്നം ഉണ്ടാക്കിയാലും അവരുടെ ഇടയിലൊക്കെ ഇടവിട്ട് പട്ടിഷോ ഒക്കെ കാണിച്ച് അതിനൊന്നും എനിക്ക് പട്ടിഷോ കാണിക്കാൻ അറിഞ്ഞൂടാ. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ചെന്നിരിക്കും, നഖമൊക്കെ വളർത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്നല്ലാതെ എനിക്കൊരാളെ വെറുപ്പിച്ചുള്ള പരിപാടി എനിക്ക് അറിഞ്ഞൂടാ. സീരിയസ്ലി അല്ല, ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട് ഇല്ല ഞാൻ പറയൂല, ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ അടി ഉണ്ടാക്കിയിട്ട് ദേശം നീ പോടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ ഈ നിമിഷം വരെ ഒരു വഴക്കിനോ ഒരു അടിക്കോ അല്ലാതെ ഞാൻ അങ്ങനെ ഇപ്പം എന്നെ ഒരാൾ ഫിസിക്കലി ഹേർട്ട് ചെയ്യണമെങ്കിലോ അങ്ങനെയൊക്കെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഈ സൈഡിൽ കൂടെ ആരെങ്കിലുമൊക്കെ വഴക്കുണ്ടായിരിക്കുമ്പോൾ അവിടെ പോയി എനിക്ക് ആളാവാൻ വേണ്ടിയിട്ട് ഞാൻ ബഹളം വയ്ക്കണം, അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല ഞാൻ. അപ്പം ഞാൻ അങ്ങനെ ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. സോ അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ബിഗ് ബോസിൽ പോയി ഓഫ്കോഴ്സ് നല്ല പൈസ കിട്ടും ഒക്കെയാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പൈസ എന്നതിലുപരി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് ഭയങ്കര മനസ്സമാധാനം വേണം. എനിക്ക് എൻ്റെ അമ്മ അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടവരെ ഞാനൊന്നും വേദനിപ്പിച്ചിട്ടില്ല, ഞാൻ നോയിപ്പിച്ചിട്ടില്ല, അവർ ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് കേൾക്കണത് തന്നെ എനിക്ക് സന്തോഷമാണ്. സോ അതുകൊണ്ട് എനിക്ക് എൻഡ് ഓഫ് ദ ഡേ എനിക്ക് ഭയങ്കര സമാധാനമാണ് വലുത്. ഇന്നും അന്നും കൊച്ചിലേ മുതലുള്ള ആഗ്രഹമാണ് സമാധാനമായിട്ട് ഇറങ്ങണമെന്നുള്ളത്. സോ അപ്പോൾ എനിക്ക് സമാധാനമാണ് വലുത്. അപ്പോൾ എനിക്കൊരു അടിക്കോ ബഹളത്തിനൊന്നും എനിക്കൊരു താല്പര്യമില്ല ഗൈസ്. സോ ഓക്കെ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഓക്കെ, അത് ഞാൻ പിന്നെ പറയാം. അടുത്തത് ശില്പ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി വീട് പണി എവിടെ വരെ ആയി? അത് 146 ലൈക്കുണ്ട്. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉടനെ അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഹൗസ് വാമിംഗ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹൗസ് വാമിങ് ഈ കൊല്ലമാണ് എൻ്റെ ആഗ്രഹം. ഈ കൊല്ലം തന്നെ നമുക്ക് വീട് പണി തീർത്തിട്ട് നമുക്ക് കയറണമെന്നാണ് ആഗ്രഹം. അപ്പം അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, വീട് പണി നടക്കുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഷടപടി എല്ലാ കാര്യവും നടക്കുന്നുണ്ട്. സോ ഇപ്പം നിങ്ങൾക്ക് ആസ് സൂൺ ആസ് പോസിബിൾ ഹൗസ് വാമിങ് എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ പറ്റുമെന്ന് ഞാനും വിശ്വസിക്കുന്നു ഗൈസ്. വീട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കെട്ടി ഇങ്ങനെ പൂശിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഓക്കെ, പൂശ മീൻസ് നമ്മൾ തേക്കുമല്ലോ. ഇപ്പം ഓരോ നാട്ടിൽ ഓരോന്നാണ് പറയണത്. ഓക്കെ, അടുത്തത്
എനിക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ക്രഷ്. എനിക്ക് ആക്ച്വലി ക്രഷൊക്കെ ഉണ്ടല്ലോ, ക്രഷൊക്കെ ഉണ്ടായിട്ടുണ്ട് പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മുമ്പൊക്കെ ക്രഷ് ഉണ്ട്. ഇപ്പം എനിക്കങ്ങനെ ഒന്നുമില്ല ഗൈസ്. എനിക്കങ്ങനെ ക്രഷോ അല്ലെങ്കിൽ മുമ്പൊക്കെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഭയങ്കര ജെൻറ്റിലായിട്ട് ഭയങ്കര ഹാൻഡ്സം ആയിട്ടുള്ള ഒരാളെ കണ്ട നമ്മൾ നോയിക്കൊണ്ടൊക്കെ ഇരിക്കൂലേ. ഇപ്പം ഞാൻ അങ്ങനെ ഭംഗിയുടെ പുറമേ ഞാൻ പോകാറില്ല, ഒന്നിൻ്റെയും പുറകെ ഞാൻ പോകാറില്ല. ഇവിടെ ഇരുന്ന് ഈ വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ വളരെ സമാധാനത്തോടെ ഞാൻ ഇരുന്ന് പോകുന്നു. അടുത്ത എനിക്കിത് പോസ്റ്റ് ചെയ്ത് എനിക്കൊരു ലൈക്ക് ഉണ്ടായിരുന്നു, 192 ലൈക്ക് ഉണ്ട്. എബൌട്ട് ലൈഫ് പാർട്ട്ണർ. എൻ്റെ ലൈഫ് പാർട്ട്ണറിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുന്നതെന്ന്. സീരിയസ്ലി നമ്മളെ ഈ ചിന്താഗതിയും വ്യൂ പോയിൻ്റൊക്കെ നമ്മൾ ഓരോ ഏജ് കഴിയുമ്പം നമുക്ക് മാറി വരും. പണ്ട് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കങ്ങനെ ഓർമ്മയില്ല. ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഭംഗിയുള്ള ഒരാൾ, സൂപ്പർ ലുക്കിംഗ് ഹാൻസം, താടി, മീശ, ബുള്ളറ്റ്. ഞാൻ ബുള്ളറ്റ് അങ്ങനെയൊന്നുമില്ല, എന്നാലും താടിയൊക്കെ എനിക്ക് പണ്ട് പ്രേമം അറിയുന്ന സമയത്തൊക്കെ ഒരു ക്രൈസായിരുന്നു. താടിയുള്ള നമ്മളൊരു കറുത്ത ഷർട്ടും മുണ്ടൊരു കറുത്ത കരയൊക്കെ ഉള്ള അതൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊരു ഭംഗി എന്നൊക്കെ ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പം ആ സമയത്തൊക്കെ വിചാരിച്ചിങ്ങനെ ഭംഗിയാണ്, ബ്യൂട്ടിയാണ്, ഹാൻഡ്സം ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് ലൈഫ് പാർട്ട്ണറായിട്ട് ഒരാളെന്നാണ് ആ ഒരു ടൈമിൽ വിചാരിക്കണത്. ലൈക്ക് ഡിഗ്രി ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, ഓക്കെ ഭംഗിയല്ല, നമുക്ക് എന്താ പറയുക, നമുക്ക് നല്ല നമ്മളെ വൈബിനനുസരിച്ചിട്ടുള്ള ഒരാൾ വേണം. നമ്മളെപ്പോലെ ലൈക്ക് ചിൽ ലൈക്ക് ക്രിഞ്ചോസ്കി കാര്യങ്ങൾ, കുറച്ച് പൈങ്കിളി. പ്രേമം എപ്പോഴും പൈങ്കിളിയാണ്, ഞാനത് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. ആൻഡ് നമ്മൾ 10-25 വയസ്സ് കഴിയുമ്പോൾ, ഒരു 25 വയസ്സാകുമ്പോൾ ആക്ച്വലി നമുക്ക് എന്താണ് വേണ്ടതെന്ന് അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ, ഈ 25ാമത്തെ വയസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് പാർട്ട്ണർ കാണാൻ ഭയങ്കര സുന്ദര കോമളനോ ഒന്നും ആവണോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, ലോയലായിരിക്കണം. അതായത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് വയ്ക്കുന്നവർ. ഇപ്പം ഞാനൊരു ഭാഗത്തുണ്ട് ഇരിക്കട്ടെ, എനിക്കൊരു കല്യാണമെന്ന് കഴിക്കുമ്പോൾ എന്നെ കല്യാണം കഴിക്കാം. പക്ഷേ ഞാൻ പുറത്തൊക്കെ ജോലിക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് ചാറ്റ് ചെയ്യാൻ ഒരാൾ, എനിക്ക് വിളിക്കാൻ ഒരാൾ, സെക്സ്റ്റിംഗ് ചെയ്യാൻ ഒരാൾ, വീഡിയോ കോൾ ചെയ്യാൻ ഒരാൾ. അപ്പം ഇതൊന്നും എനിക്ക് താല്പര്യമില്ല ഗൈസ്. എനിക്ക് ഒരു ലൈഫ് പാർട്ട്ണർ പറയുമ്പോൾ അയാൾക്ക് ഞാനായിരിക്കണം, എനിക്ക് അയാളായിരിക്കണം. അല്ലാതെ ഞാൻ 90s കിഡാണ്, ഞാൻ 1999 ജനിച്ച ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു താല്പര്യമില്ല മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ്. ഇതൊക്കെ വൈബല്ലേടാ കുട്ട എന്നും പറഞ്ഞെടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല ഗൈസ്. കാരണം എനിക്ക് അമ്മാതിരിയുള്ള വൈബൊന്നും എനിക്ക് ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ലോയലായിട്ടിരിക്കുക, നമുക്ക് റെസ്പെക്റ്റ് തരിക, അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് റെസ്പെക്റ്റ് കിട്ടുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, പറയുന്ന കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു സംഭവം, അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ലോയലായിട്ടുള്ള ഒരാൾ. നമുക്കിപ്പം 2 ലൈഫ് സിറ്റുവേഷനിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാകുമ്പോഴത്തേക്കും ഒരുപാട് പൊരുത്തക്കുകളൊക്കെ നമുക്ക് സംസാരിച്ചൊക്കെ ശരിയാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ചതി, കള്ളം പറച്ചിൽ, പെണ്ണുപിടി ഇതൊന്നും എനിക്കൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. കാരണം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ലോയാലിറ്റി കീപ്പ് ചെയ്യുക. ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അല്ലെങ്കിൽ ചതി അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം ചതിയനായിട്ട് ഒരാൾ എനിക്ക് ലൈഫ് പാർട്ട്ണറായിട്ട് വേണ്ട. ഓക്കെ, നെക്സ്റ്റ് ഫേവറേറ്റ് ഡ്രീം ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന്. പിന്നെ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാം എൻ്റെ ലൈഫ് ആയിരുന്നില്ല. ഞാൻ സിംഗപ്പൂർ പോകുന്നു, ഞങ്ങൾ തായ്ലാൻഡ് ക്രൂയിസിൽ പോകുന്നു, ഒന്നും ഞങ്ങൾ വിചാരിച്ചിട്ട് പോലും ഉള്ള ലൈഫിൽ വിചാരിച്ചില്ല. പിന്നെ ദുബായി പോണ കാര്യമായാലും എന്തെങ്കിലുമൊക്കെ ഒരിക്കൽ പോകണം എന്നുള്ള അല്ലാതെ ലൈക്ക് പോകണമെന്നൊന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടില്ല, അങ്ങനെ നടന്നിട്ടില്ല. അപ്പം ഞാനൊന്നും എക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ എക്സ്പെക്റ്റേഷൻസ് ഒന്നും എനിക്കില്ല. പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പോകണം. പക്ഷെ ഒരു ആഗ്രഹം ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് UK പോകണം, അല്ലെങ്കിൽ ലണ്ടനിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സമ്മറിന് പ്രാന്ത് ഗൈസ്, ഡിസംബറിൽ ക്രിസ്മസ് ടൈമിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് വരണൊക്കെ എനിക്ക് എപ്പോഴും മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ മഞ്ഞിങ്ങനെ ഇങ്ങനെ വീഴുന്നതും, കയ്യിലൊരു കോഫി, ഒരു ജാക്കറ്റൊക്കെ ഇട്ട് നടന്ന് വരണയൊക്കെ എനിക്കങ്ങനെ ഒരു സ്വപ്നം അല്ലെങ്കിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒടുക്കത്തെ പൈസ, അവിടെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല പൈസയാവും. അപ്പോൾ ആ ബഡ്ജറ്റ് എനിക്ക് ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റൂല.
ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. അതിന് പകരം ഒരു കൺട്രി ഉണ്ട്. അപ്പോഴാണ് ഞാൻ അസർബൈജാൻ കാണുന്നത്. അസർബൈജാൻ ആക്ച്വലി ഒരു യൂറോപ്യൻ കൺട്രി ടച്ച് ഉണ്ടെന്നുള്ളത്. സോ എനിക്ക് ആഗ്രഹമുണ്ട് അസർബൈജാനിൽ പോകണം. ഒരു ക്രിസ്മസ് ടൈമിൽ അസർബൈജാനിൽ പോകണം. എനിക്കിങ്ങനെ ഒരു അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ മുമ്പൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്വപ്നം കാണുമായിരുന്നു. നമ്മൾ ഈ കണ്ണും അടച്ചിട്ട് നമ്മൾ സ്വപ്നങ്ങൾ കാണുമല്ലോ. നമ്മളെ വണ്ടി ഇടിച്ചു, നമ്മൾ നോക്കുമ്പോൾ ഒരു മലയുടെ മണ്ടയിൽ നിന്ന് ചാടി നമ്മൾ നേരെ വീഴുന്നൊരു എന്തെങ്കിലും ഒരു തിന്നണ സാധനത്തിൻ്റെ ഇടയിൽ കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും മമ്മൂട്ടി മോഹൻലാലൊക്കെ നിൽക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ അമ്മേരെ ആയിരിക്കണേക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ റിലേറ്റഡ് ആയിട്ട് നമ്മൾ വിഷമിപ്പിക്കണേക്ക് ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ കണ്ണടച്ച് കിടക്കും. ആല് മരിച്ചെന്നൊക്കെ പോയിട്ട് നമ്മൾ സ്വപ്നം കാണൂല. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് സ്വപ്നം കാണുമായിരിക്കും. പക്ഷെ നമ്മൾ കണ്ണ് തുറന്ന് വെച്ച് കാണുന്ന സ്വപ്നങ്ങളുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ നമ്മളിങ്ങനെ കണ്ണ് തുറന്നു വെച്ചിട്ട് ആഗ്രഹിക്കും. അപ്പം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഇപ്പം എനിക്കില്ല. ഞാൻ അങ്ങനെ ഒന്നും കണ്ണ് തുറന്നു വെച്ചിട്ട് ഞാൻ സ്വപ്നം കാണും. ഇപ്പം കണ്ണ് തുറന്നു വെച്ച് കാണുന്നത് എല്ലാം റിയാലിറ്റിയാണ്. ഇതാണ് റിയാലിറ്റി. അപ്പം കണ്ണ് തുറന്നു വെച്ച സ്വപ്നം കാണൽ ഞാൻ നിർത്തിയത് കൊണ്ട് തന്നെ ഗായ്സ് ഇപ്പം എനിക്കങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. കുറച്ചാളെ കഴിയുമ്പോൾ ഞാൻ വല്ല സന്യാസത്തിനും പോകുന്നതാണ് എനിക്കിപ്പോൾ എൻ്റെ ഒരു പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് എന്നാ തോന്നുന്നത്. മീൻസ് എവിടെയെങ്കിലും പോയി ശാന്തി. അടുത്ത ക്വസ്റ്റ്യൻസ്. ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളത് ആരുമായിട്ടാണ്? എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ അങ്ങനെ ഇഷ്ടമുള്ള ആരായിട്ടെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ നമ്മുടെ എന്നും പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അമ്മ, വീട്ടുകാർ, പൂച്ചകൾ, എൻ്റെ വീട്ടിലെ അച്ചു, അല്ലെങ്കിൽ എൻ്റെ കസിൻസ്, എനിക്ക് അവരുമായിട്ടും, അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഫ്രണ്ട്സ് ആയാലും കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. അതായത് നമുക്കിപ്പം എന്താ പറയുക, ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. എനിക്കങ്ങനെ പുതിയ ആൾക്കാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണത് എനിക്കിഷ്ടമാണ്. ഞാൻ സംസാരിക്കുകയൊക്കെയാണ്. പക്ഷെ അങ്ങനെ ഒരു ഡീപ്പ് ഒരു ഇതിലോട്ടൊന്നും പോകാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ്. ജീവിതത്തിൽ മാറ്റണം എന്ന് ആഗ്രഹിച്ചിട്ടും കഴിയാത്ത എന്താണ്? ഞാൻ മാറ്റണം എന്ന് ആഗ്രഹിച്ചിട്ടും കഴിയാത്തത് പെട്ടെന്ന് കരയും. മീൻസ് ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഞാനൊരു തൻ്റെണിയാണ്, സിംഗപ്പെണ്ണാണ് എന്നൊക്കെ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കതിലൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷേ എനിക്ക് ഇപ്പോഴൊന്നുമല്ല, മുമ്പത്തെ കാര്യമില്ല, ഏകദേശം ഒരു 1.5-2 വർഷമായിട്ട് ചെറിയ കാര്യത്തിനൊക്കെ എനിക്ക് പെട്ടെന്ന് കണ്ണ് നിറയാറുണ്ട്. ഇങ്ങനെ മനസ്സിങ്ങനെ ഉടഞ്ഞു പോകാറുണ്ട്. പക്ഷെ ഞാൻ എഗെയിൻ വരും. ഇപ്പോഴല്ല, പണ്ടല്ല ഗൈസ്. ഈ ഒരു 1.5-2 വർഷമായിട്ട് 2 വർഷം ആവൂല, ഒരു 1.5 വർഷമായിട്ട് ഞാൻ അങ്ങനെയാണ്. എനിക്ക് പെട്ടെന്ന് എവിടേക്കോ എനിക്കില്ലാത്ത ഇൻസെക്യൂരിറ്റീസ് വരെ പെട്ടെന്ന് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവണം. ചില സമയങ്ങളൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് സങ്കടമാവും. പെട്ടെന്ന് എനിക്ക് സങ്കടങ്ങൾ വരണ ടൈമൊക്കെ ഉണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ പെട്ടെന്ന് കണ്ണ് നിറയണത് എനിക്ക് ഞാൻ പെട്ടെന്ന് കണ്ണ് നിറഞ്ഞ് തുടച്ച് ഞാൻ അത് കഴിഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് പെട്ടെന്ന് കണ്ണ് നിറയും. പെട്ടെന്ന് സങ്കടം വരണുണ്ട്. കാര്യം എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഞാനൊരു ഇമോഷണൽ ഫുള്ളായോണ്ടായിരിക്കും. ഓക്കെ. ലൈഫിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം? ഞാൻ ഓരോ ചെറിയ മൊമെൻറ്റും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ചെറിയ മൊമെൻറ്റ് പോലും, ചിലപ്പോൾ ഒരു സിനിമ കാണാൻ പോകണമായിരിക്കാം, ചിലപ്പം ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കാണാൻ നല്ല ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ചില ന്യൂഡ് ലിപ്സ്റ്റിക്ക് വാങ്ങുമ്പോഴത്തേക്ക് വൈറ്റ് വാഷ് അടിച്ച് കണക്കത്തെ ലിപ്സ്റ്റിക്ക് വരെ അതൊരു പക്ക ന്യൂ ലിപ്സ്റ്റിക്ക് കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോൾ നടന്നു പോണ സമയത്ത് ഒരു ലിഫ്റ്റ് കിട്ടിയ എനിക്ക് സന്തോഷമാണ്. ഇതൊക്കെ തന്നെയാണ് കൈ സന്തോഷം. അങ്ങനെ എല്ലാം സന്തോഷമായിട്ട് എടുക്കണുണ്ട്, അതേപോലെ എല്ലാം ദുഃഖമായിട്ട് എടുക്കുന്നുണ്ട്. അയ്യോ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ബെസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് യു ഹാവ് എവർ റിസീവ്ഡ്? എനിക്ക് റിസീവ്ഡ് അഡ്വൈസ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൊരു അഡ്വൈസ് അല്ലെങ്കിൽ എനിക്കൊരു ഇൻസ്പിറേഷൻ, കുറച്ച് കോട്ട്സ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എപ്പോഴും നമ്മുടെ ജോസഫ് അന്നംകുട്ടി ജോസില്ലേ, ആ ചേട്ടൻ ഒരു ഇതിൽ പറയുന്നുണ്ട്, ഒരു പാട്ട്, ആ പുള്ളിക്കാരൻ അത് ഭയങ്കര ഇൻസ്പിറേഷനാണെന്ന് പറയുന്നുണ്ട്. മറ്റേ മഴത്തുള്ളി കിളിക്കത്തിലൊരു പാട്ടുണ്ട്, ഇത് തേരിറങ്ങുകിളി, ആ പാട്ടിൽ ഒരു വരിയുണ്ട്, ഇരുൾ മൂടിയാലും എൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ. പക്ഷെ അന്നൊന്നും എനിക്ക് അതിൻ്റെ ഒരു അർത്ഥം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എത്ര ഇരുൾ മൂടിയാലും ഗൈസ് എവിടെയോ ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എത്ര ഇരുൾമൂല കിടന്നാലും എത്ര ഇതായിട്ട് കിടന്നാലും
ഒരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അഡ്വൈസ്, ആ ഒരു പീസ് ഓഫ് അഡ്വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ട്രിവാൻഡ്ര ഡയറീസിലെ ഷിഫിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവറി ഡോ ഹാസ് എ ഡേ. ഏത് പട്ടിക്കും ഒരു ദിവസം ഉണ്ടാകും. ഞാൻ ഇപ്പോഴും എപ്പോഴും എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പറയുന്നുണ്ട്. അതായത് നമ്മളിൽ പലരുടെയും പ്രശ്നമാണ്, നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയാൽ നമുക്ക് വിത്തിൻ 1 വീക്ക്, വിത്തിൻ 2 ഡേയ്സ്, വിത്തിൻ 1 മന്ത് കൊണ്ട് നമുക്ക് 100% റിസൾട്ട് കിട്ടി സക്സസ് ആണ്. ഒരിക്കലും സംഭവിക്കില്ല. ചിലരുടെയൊക്കെ കാര്യത്തിൽ അതൊക്കെ ഉണ്ടാവും. പക്ഷേ ചിലർക്ക് 1 ഇയർ എടുക്കും, 2 ഇയർ എടുക്കും. പക്ഷേ നിങ്ങളുടെ ഡ്രീം അതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഡ്രീം എന്ന് നിങ്ങൾക്ക് സാക്ഷാത്കരിക്കുന്ന ഒരു ദിവസം വരണം. ആ ഒരു ടൈം വരെ നിങ്ങൾ ആ ഡ്രീമിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അത് ഞാൻ എന്നും വിശ്വസിക്കുന്ന ഒരു അഡ്വൈസാണ്. പിന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എത്ര ഇരുട്ടാണെങ്കിലും അറ്റ് ദ എൻഡ് ഒരു വെളിച്ചമുണ്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. എത്ര ഇരുട്ടാണെന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡിൽ ഒരു വെളിച്ചമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, വാട്ട് ആർ യുവർ ബിഗ്ഗസ്റ്റ് ഫിയേഴ്സ് ഓർ കൺസേൺ അബൌട്ട് യുവർ ഫ്യൂച്ചർ? എനിക്ക് എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എനിക്ക് പ്രൊഫഷണലിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ലൈക്ക് എന്താ പറയുക, എനിക്ക് ഇന്നത് വേണം അങ്ങനൊന്നും ചെയ്തതല്ല. എനിക്കെല്ലാം സമയമായപ്പോൾ ഞാൻ ചെയ്യുന്ന ഹാർഡ് വർക്ക് കൊണ്ടും എനിക്കും എൻ്റെ എല്ലാ കാര്യവും എൻ്റെ അതിൽ വന്നതാണ്. അപ്പം ഞാൻ അങ്ങനെ പ്രൊഫഷനെ കുറിച്ചായാലും അങ്ങനെ ഇതുമില്ല. പക്ഷെ ആഗ്രഹങ്ങളുണ്ട്, എനിക്കെന്നും ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ ഫുൾഫിൽ ചെയ്തെടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഫിയർ അല്ലെങ്കിൽ കൺസേൺ എന്ന് പറയുന്നത് ഗൈസ്, ഞാൻ സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടുമെന്നുള്ള ഭയങ്കര പേടി എനിക്കുള്ള ഒരാളാണ്. ഫിയർ ഓഫ് ലോസ്. എനിക്ക് അത്രയും ഭയങ്കര മരിച്ചു പോവുമോ അങ്ങനെയൊന്നുള്ള ഒരു ഇതല്ല. കാരണം എനിക്ക് എൻ്റെ മൈൻഡിലുള്ളൊരു കാര്യമാണ്, എന്നായാലും മരിക്കും നമുക്ക് വിഷമമാവും, സങ്കടമാവും, നമ്മൾ തക്കരി ഒരിക്കും ഒക്കെയാണ്. പക്ഷേ നമ്മൾ ഈ ജീവിച്ചിരിക്കെ ഒരാൾ ലൈഫിൽ വരുന്നു, നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ലൈഫിലോട്ട് വരുന്നു, നമുക്ക് ഒരുപാട് ഹോപ്പ്, നമുക്ക് പ്രതീക്ഷ, സന്തോഷം എല്ലാം തന്നിട്ട് ഒന്നും പറയാതെ പോണ ആൾക്കാരുണ്ട്. ഒന്നും പറയാതെ, ഒരു പരിഗണന പോലും തരാതെ നമ്മുടെ ലൈഫിൽ നിന്ന് പോണ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ചില സമയത്ത് ഞാനിങ്ങനെ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട് ആലോചിച്ച്, ലൈഫിൽ വരുന്നു, ഇവർ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നു, നമുക്ക് ഒടുക്കത്തെ ഹോപ്പ് തരുന്നു, ബട്ട് ഒരിടെ ഒന്നും പറയൂല, ചിലപ്പോൾ ഒരു മെസ്സേജ് പോലും ഇടുക, ചിലപ്പോൾ ഒന്ന് വിളിക്കൂലില്ല, ഒന്ന് പറയുപോലുമില്ലാതെ അവരവരുടെ പുതിയ ലൈഫിലേക്ക് പോകും. അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ, ചിലർ നമ്മുടെ ലൈഫിൽ വരും, ചിലതൊക്കെ നമ്മുടെ ലൈഫിൽ അവശേഷിപ്പിക്കും, പോവും, അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട്സ് മേക്ക് യു ഫീൽ മോസ്റ്റ് അലൈവ്? എനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലിയാണ്. ഞാൻ ജീവിച്ചിരിക്കണം എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ ഫാമിലിയാണ്. ഇപ്പോൾ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുമല്ലോ, പണ്ടാരും ജീവിച്ചിരിക്കണ്ട, എന്തിന് നമുക്കെന്ന് വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്ക് അമ്മ ഉണ്ട്, മാളുണ്ട്, എന്നെയും പ്രതീക്ഷിച്ചിരിക്കണം, എൻ്റെ ക്യാറ്റ് ഫുഡും പ്രതീക്ഷിച്ചിരിക്കണം, എൻ്റെ പൂച്ചകളുണ്ട്, പിന്നെ എൻ്റെ 2 മുറപ്പയ്യന്മാരുണ്ട്. അതൊക്കെ തന്നെയാണ് എൻ്റെ വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് നെഗറ്റീവ് സൈഡ്? ദേഷ്യം. എൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ് ഗൈസ്. ഞാൻ ഷോർട്ട് ടെമ്പേർഡ് അല്ല, ഞാനിങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടാം, അങ്ങനെ ഒരു ടൈപ്പല്ല. പക്ഷേ എനിക്ക് ലൈക്ക് ഇങ്ങനെ വച്ചിട്ട് ഒരു ദിവസം പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറി എനിക്കിഷ്ടമല്ല, പക്ഷേ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കണുണ്ട്. ആ പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ ഗൈസ്, ഇമാതിരി ഒരു ചെറ്റ എൻ്റെ ജീവിതത്തിൽ ഞാനല്ല, ആ ചെറ്റ ഞാനാണെന്ന് എനിക്ക് തന്നെ തോന്നും. ഭയങ്കരമായിട്ട് ദേഷ്യം വരും, എന്നിട്ട് കുറേ നേരം ദേഷ്യപ്പെട്ടിരിക്കും, ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് എപ്പോഴും ഇങ്ങനെ അലച്ചലച്ച് ഇങ്ങനെ ദേഷ്യപ്പെടും, എന്നിട്ട് ലാസ്റ്റ് കയറി കിടന്ന് കരയും. എന്ത് സൂപ്പറാണല്ലേ എൻ്റെ നെഗറ്റീവ് സൈഡ്. എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. വാട്ട് ഈസ് ദ വൺ തിങ് യു വിഷ് പീപ്പിൾ അണ്ടർസ്റ്റുഡ് അബൌട്ട് യു? എനിക്ക് എന്നെക്കുറിച്ച് ആൾക്കാർ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ കാണുന്ന റിയാലിറ്റിയാണ് എൻ്റെ ഈ സൈഡ്. നിങ്ങളിപ്പോൾ എന്നെ കാണുന്നത് റിയലാണ്, എൻ്റെ ഒരു സൈഡാണ്. എൻ്റെ ഏതായാലും നിങ്ങൾ കാണുന്നത് റിയലാണ്, ഫേക്കല്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ് ഇരിക്കുന്നത്, എൻ്റെ ഒരു സൈഡാണ് കാണുന്നത്. പക്ഷെ അതേപോലെ ഞാൻ കരയുന്ന സൈഡ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരിക്കില്ല, ഞാൻ ഇമോഷണലി വീക്കായിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, ഞാൻ തകർന്ന് തരിപ്പണായിട്ട് നിൽക്കുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ പുറത്ത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ,
എനിക്ക് നമ്മുടെ ചാനൽ ഒരാളെടുത്ത് വെച്ച് കാണുമ്പോഴത്തേക്ക് എപ്പോഴും അയാൾക്ക് സന്തോഷം കിട്ടണം, അയാൾക്കൊരു പോസിറ്റീവ് കിട്ടണം, അയാൾക്കൊരു ഇൻസ്പിറേഷൻ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു കോൺട്രവേഴ്സിയിലും ഇടപെടാതെ പല നുണ കേസുകളും വന്ന് പല സത്യങ്ങളും അറിഞ്ഞിട്ടും ഞാനൊന്ന് വാ തുറന്നാൽ എല്ലാം തീരുമെന്നും പലരുടെയും നാടകങ്ങളും എല്ലാം തീരുമെന്നും പല കാര്യവും എനിക്ക് അറിഞ്ഞിട്ടും ഞാൻ മിണ്ടാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? എനിക്ക് എൻ്റെ ചാനലിൽ അങ്ങനെ എന്നെക്കുറിച്ച് ഇന്നാൾ ഇങ്ങനെ പറഞ്ഞു, എനിക്കതൊരു റിയാക്ഷൻ കരഞ്ഞു, എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ ചാനൽ ഒരാളെടുത്ത് നോക്കുമ്പോൾ ഇപ്പം മൂക്കിക്കൂടാ സാധനം അത് അന്ന് ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യുന്നത് എനിക്ക് കോമഡി ആയി പോയത്, അതാണ് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ എനിക്ക് എപ്പോഴും എൻ്റെ ഒരാളെ കാണുമ്പോൾ കണ്ടിട്ട് അയ്യോ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ വീഡിയോസ് എടുത്ത് കാണുമ്പോൾ എനിക്കൊരു ആശ്വാസമാണെന്ന് പറയാൻ തന്നെ അതൊക്കെയാണ് എനിക്ക് സന്തോഷം. അല്ലാതെ എനിക്ക് എൻ്റെ ചാനൽ ഒരാൾ കാണുമ്പോൾ എന്നും ഈ ചാനൽ അടിയും പിടിയും നുണയും കുണ്ടടിയും തന്നെ അല്ല എന്ന് പറയണം, എനിക്കത് ഇഷ്ടമല്ല. അപ്പം എനിക്കതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ നിൽക്കാനാണ് എനിക്കിഷ്ടം. സോ അപ്പം മനസ്സിലാക്കുക, എനിക്കൊരു കരയണ സൈഡുണ്ട്, ഇമോഷൻ സൈഡുണ്ട്. ഇപ്പം വീട് പണിയൊക്കെ നടക്കുമ്പോഴായാലും അതിന് മുമ്പൊക്കെ ആയാലും ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് നമ്മളൊന്ന് വീണ് പോയാൽ നമുക്ക് താങ്ങാൻ ഒരാളില്ല നമുക്കറിയാനിട്ടും നമ്മളിങ്ങനെ പിടിച്ചു നിർത്തും. നമ്മളെ സങ്കടവും എല്ലാ വിഷമവും നമ്മളിങ്ങനെ പിടിച്ചു നിർത്തിയാലും ഗൈസ് ഞാൻ എങ്ങും കാണിച്ചിട്ടില്ല, എനിക്കത് കാണിക്കാനും താല്പര്യമില്ല, എന്നിനുള്ളിൽ തീരട്ടെ. അതിപ്പോൾ ചോദിച്ചു, ഇഫ് സംതിങ് ബാഡ് ഹാപ്പൻസ് ഹു ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ യു വുഡ് ഗോ ടു? എനിക്ക് മുമ്പൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം ചെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം അങ്ങനെയില്ല. ഞാൻ അമ്മയടുത്താണ് എന്തുണ്ടെങ്കിലും അമ്മയടുത്ത് അല്ലെങ്കിൽ മാളുവിൻ്റെ അടുത്താലും പറയണം. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഞാൻ ഡബിൾ പേഴ്സണാലിറ്റി ആവും, ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കും. അങ്ങനെ സംഭവിച്ചാലേ കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ വിധിക്ക് വിട്ടുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വയം ആശ്വസിക്കും ഗൈസ്. നമുക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ. ഇഫ് എ വിഷ് ഓഫ് യുവേഴ്സ് കം കുഡ് ട്രൂ, വാട്ട് വിഷ് ഇറ്റ് വുഡ് ബി? എനിക്കൊരു ആഗ്രഹം, എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കണം എന്നുള്ളൊരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, ഇതൊക്കെ എനിക്ക് ആഗ്രഹമാണ്. എനിക്ക് ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കുക, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം. വെച്ചാൽ ഒന്നും ഇങ്ങോട്ട് ഞാൻ ആരെയൊന്നും പ്രതീക്ഷ കൊണ്ടല്ല, എനിക്കതൊക്കെ ഭയങ്കര സന്തോഷം കിട്ടണ കേസാണ്. എനിക്കൊരാൾക്ക് വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പഠിപ്പിക്കുക, ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കുക, ആരെങ്കിലുമൊക്കെ കല്യാണം നടത്തി കൊടുക്കുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കങ്ങനെ ആഗ്രഹമുണ്ട്, ഞാൻ എന്തെങ്കിലും അത്രയും നല്ലപോലെ ഫിനാൻഷ്യലി എന്തെങ്കിലും സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഞാനൊരു 3-4 പേർക്ക് വീട് വെച്ച് കൊടുക്കും. എൻ്റെ പൈസ ഉണ്ടെങ്കിൽ 3-4 പേർക്ക്, ഒരു 5 പേർക്കെങ്കിലും ഞാൻ വീട് വെച്ച് കൊടുക്കും. എനിക്കൊരാളെ സ്പോൺസർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പഠിപ്പിക്കണമെന്ന്. പക്ഷെ അത് ഒന്നൊന്നായിരിക്കില്ല, ഞാനൊരു 10-20 പിള്ളേരെ എനിക്ക് പഠിപ്പിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കും, കല്യാണം കഴിപ്പിച്ചിട്ടുള്ള പൈസ ഉണ്ടെങ്കിൽ ഞാൻ കഴിപ്പിച്ചു വിടും. അപ്പോൾ എനിക്കിതൊക്കെയാണ് ആഗ്രഹം. ഓക്കെ, ചേച്ചിനെ തളർത്തിയ കാര്യം ആൻഡ് ലൈഫിൽ നിന്ന് പഠിച്ചൊരു കാര്യം. ബിഗ് ഫാനാണ്, ഗോഡ് ബ്ലെസ് യു മുത്തേ. താങ്ക് യു സോ മച്ച്. എന്നെ തളർത്തിയ കാര്യം ഗൈസ്, എൻ്റെ ലൈഫിൽ നിൽക്കറിയുള്ളൂ ഇഷ്ടം പോലെ എന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തളർത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് വിശ്വസിച്ച ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ നമ്മുടെ അച്ഛനാണ്. ആ അച്ഛൻ നമ്മുടെ ലൈഫിൽ തളർത്തിയിട്ട് നമ്മളെ തരിപ്പണാക്കി, നമ്മളെ അച്ഛൻ എന്നുള്ളതിലും ഉപരി നമ്മളെ കൊല്ലാൻ വരുന്ന ഒരാളാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഒരു സംഭവം എനിക്കത് ഭയങ്കര തളർത്തിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ്, ഇതിൽ നിന്നെല്ലാം കരകയറി നമ്മൾ വന്നിട്ട് നമ്മുടെ ലൈഫിൽ ഒരാൾ വന്നിട്ട് നമ്മൾ വിചാരിക്കുകയാണ് അമ്മയുടെ ലൈഫ് പോലെ ആവില്ല, ഇത്രയും നാൾ നമുക്ക് സംഭവിച്ച പോലെ ഒന്നും നമുക്ക് സംഭവിക്കാൻ പോകില്ല, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒന്നുമില്ല, ലൈക്ക് എഗെയിൻ അമ്മയുടെ ലൈഫ് റിപ്പീറ്റ് ചെയ്യണം എൻ്റെ ലൈഫിലെന്ന് തോന്നിയപ്പോഴത്തേക്ക് അങ്ങനെ ആവും എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ച പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എൻ്റെ ലൈഫിൽ തളർത്തിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും തളരുമ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, എന്ത് നടന്നാലും അത് നല്ലതിനാണ്, എന്ത് നഷ്ടപ്പെട്ടാലും അത് നല്ലതിനാണ്, എന്ത് പോയാലും അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒന്നേ എനിക്ക് ഈ നിമിഷം വരെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അത് ഞാൻ ജസ്റ്റ് എക്സാജറേറ്റ് ചെയ്ത് പറയണേയല്ല. ഇന്ന് എനിക്ക് ഇപ്പം വേണ്ട, ഞാൻ ഇവിടെ നെടുമങ്ങാട് ശിവൻകോവിലുണ്ട്, ഞാനൊരു മറ്റേ ഭയങ്കര അന്ധവിശ്വാസിയായിട്ടെന്ന് നിങ്ങൾ വിചാരിക്കും, ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഏത് ദൈവത്തിനെയായാലും ഏത് മതത്തിനെയും റെസ്പെക്റ്റ് ചെയ്യുന്നതും വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ലപോലെ കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ എല്ലാ മതത്തിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യാനും വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ നെടുമങ്ങാട് ശിവൻകോവിലുണ്ട്. അപ്പം ഞാൻ ശിവൻകോവിലിൽ പോയിട്ട് ഞാൻ
1000 രൂപയ്ക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 10,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപയായിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. സീരിയസ്ലി ഞാൻ പറയട്ടെ, ഞാൻ അന്നും ഇന്നും പ്രാർത്ഥിച്ചത് എനിക്ക് പെട്ടെന്നൊരു ജോലി കിട്ടണേ, എനിക്ക് 10,000-25,000 രൂപയ്ക്ക് ഒരു വരുമാനം ഉണ്ടാവണേ, എന്നിട്ട് ഞാൻ ലോൺ എടുത്ത് ഗവൺമെൻറ് ജോലി കിട്ടി, അതിൽ ലോൺ എടുത്ത് സാലറി സർട്ടിഫിക്കറ്റ്, കാരണം നമുക്ക് ലോൺ എടുക്കാൻ വസ്തു ഒന്നുമില്ല, അപ്പോൾ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ലോൺ എടുത്തിട്ട് ലോണിൽ നിന്ന് നമുക്ക് വീട് വയ്ക്കാനുള്ള ലോൺ എടുക്കണം, എന്നിട്ട് അതിൽ നിന്ന് വീട് വയ്ക്കണം, ജീവിതകാലം മുഴുവൻ ലോൺ അടയ്ക്കണം. ഇതൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ച് വച്ചിരുന്നത്. ഡിഗ്രി ടൈം ആയാലും ഡിഗ്രി കഴിഞ്ഞപ്പോഴായാലും ഇതാണ് ഞാൻ ചിന്തിച്ച് എൻ്റെ മനസ്സിൽ വെച്ചിരുന്നത്. ഞാനൊരു 25,000 രൂപയ്ക്ക് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി എനിക്കൊരു 50,000 രൂപയായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് നടന്നിട്ടുള്ളത്, ഞാൻ എന്ത് കാര്യത്തിൽ ഞാൻ വിഷമിച്ച് കരഞ്ഞിട്ടുണ്ടോ, ഞാൻ എന്ത് കാര്യം എനിക്കില്ലാന്നും പറഞ്ഞ് വിഷമിച്ചിട്ടുണ്ടോ, അതിൻ്റെ ഇരട്ടി എനിക്ക് തന്നിട്ടുണ്ട്, ഇരട്ടി എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പവറിൽ വിശ്വസിക്കുന്നു ഗൈസ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എന്തെനിക്ക് നഷ്ടപ്പെട്ടോ അതിനേക്കാളും ബെറ്റർ ആയിട്ട് എന്തെങ്കിലും വെച്ചിട്ട് എൻ്റെ ലൈഫിൽ റീപ്ലേസ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഉറപ്പായും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ഗേൾസും ഇതറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഗംഗ ഒറ്റയ്ക്ക് യാത്ര പോകുമ്പോൾ, എസ്പെഷ്യലി ട്രെയിനൊക്കെ പോകുമ്പോൾ എടുക്കുന്ന സേഫ്റ്റി മെഷർ എന്തൊക്കെയാണ്? നമുക്ക് പോകാനുള്ള ധൈര്യം മാത്രം പോരല്ലോ, കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നടക്കുന്നത്. ഇതിൻ്റെ റിപ്ലൈ എന്ന പോലെ ഒരുപാട് ഗേൾസിന് യൂസ്ഫുൾ ആകുന്നു എന്ന് തോന്നുന്നു. ഓഫ് കോഴ്സ് ഇത് യൂസ്ഫുൾ ആവും. അതായത് ഞാനിപ്പോൾ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്ക് ഗൈസ്, നിങ്ങൾക്ക് ഊഹിക്കാം, നമ്മൾ പറയാം, നമ്മളിപ്പോൾ എത്ര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നാലും, നമ്മളിപ്പോൾ എത്ര തൻ്റെടിയായിട്ട് നിന്നാലും, എനിക്ക് ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ പവർ ഇല്ല. അതായത് നമ്മുടെ ബോഡിയിലെ മസിൽസും അവരുടെ ബോഡിയിലെ മസിൽസും ഡിഫറെൻ്റ് ആണ്. അവർക്ക് ഇടിച്ചിടാനുള്ള ആരോഗ്യമുണ്ട്, എനിക്ക് ഇടിച്ചിടാനുള്ള ഒരു ആരോഗ്യം ഇല്ല. എനിക്ക് വേണമെങ്കിൽ ഒരാൾ എൻ്റെ അടുത്ത് ഒരാൾ മിസ്ബിഹേവ് ചെയ്ത് അയാളെ കവാല കുറ്റി നോക്കി അടിക്കാനുള്ള ധൈര്യമുണ്ട്. ആ സമയത്ത് അങ്ങേര് തിരിച്ചടിച്ചാൽ പുളക്കും. എനിക്കറിയാം, എന്നെ തിരിച്ചു അടിച്ചാൽ നമുക്ക് വേദനിക്കും, അല്ലെങ്കിൽ തിരിച്ച് അയാൾ ഇങ്ങോട്ട് ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഗൈസ് അതിൻ്റെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല, കാരണം അതിനുള്ള ഫിസിക്കൽ പവർ എനിക്കില്ല. ഒരിക്കൽ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമാണ്, ഞാൻ ഒറ്റയ്ക്ക് പോവും, ഒറ്റയ്ക്ക് പോകാനുള്ള എവിടെ പോകാനുള്ള ധൈര്യം എനിക്കുണ്ട്. അപ്പം പറഞ്ഞ്, നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമാണ്, നീ ഒറ്റയ്ക്ക് പോയാലും ഞങ്ങൾക്ക് ഇവിടെ ആർക്കും പ്രശ്നമില്ല, നീ ഒറ്റയ്ക്ക് പൊക്കോ, നിനക്ക് ധൈര്യമുണ്ട്, ഒക്കെയാണ്, അടിപൊളിയാണ്, എല്ലാമാണ്. പക്ഷേ നീ ഒറ്റയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നീ എവിടെയെങ്കിലും ഒറ്റയ്ക്കായിപ്പോയാൽ തലയ്ക്കൊരു കൊട്ട് തന്നിട്ട് നിന്നെ എടുത്തുകൊണ്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ എന്നിങ്ങനെ പറയേണ്ടതുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഓഫ് കോഴ്സ് അത് ട്രൂ ആണ്, കാരണം നമ്മളൊരാൾ പുറകിൽ നിന്നൊക്കെ ആക്രമിച്ചിട്ട് നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ എല്ലാ സേഫ്റ്റി മെഷേഴ്സും നോക്കണം. അപ്പം ഞാൻ പോണെങ്കിൽ തന്നെ മുമ്പ് ഒരിക്കൽ ഞാൻ ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും ഒരിക്കൽ ഞാൻ എറണാകുളത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ 140 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും, സാധാരണ സ്ലീപ്പറല്ല, മറ്റ് സ്ലീപ്പർ. ഒരിക്കൽ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പൊന്നു ഭവനെ അതിൽ ആടിച്ച് കിണ്ടിയായിട്ട് കുറേ എണ്ണം അവിടെ കിടന്ന് ഉരുളാണ്, കുറേ എണ്ണം അങ്ങനെയൊക്കെ വെച്ചാൽ പേടിപ്പെടുത്തേണ്ട രീതിക്ക് ഇരിക്കണം. അപ്പം ഞാൻ ഒരു പെണ്ണേ ഉള്ളൂ, ആ ഒരു 2-3 ആ ഒരു ബോഗിയിൽ. അങ്ങോട്ടൊക്കെ പെമ്പിള്ളേരുണ്ടാകുന്ന എനിക്ക്, കാരണം ലേറ്റ് 12 മണിക്കോ 1 മണിക്കുള്ള ട്രെയിനായിരുന്നു. അപ്പം ബാക്കി എല്ലാവരും എനിക്കൊന്ന് AC, ബാക്കി കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടുള്ള. ഇപ്പോൾ ഞാൻ ഇതിലങ്ങനെ എല്ലാവരും ചാടിക്കയറണ ഇതിലാണ്. അന്ന് ഞാനൊരു പേടിച്ച് ഗൈസ്, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്കിങ്ങനെ എനിക്ക് എല്ലാം ഉറക്കം വന്നു, പക്ഷെ ഞാൻ ഇങ്ങനെ കണ്ണ് തുറന്ന് കൊച്ചി വരെ ഞാൻ ഉറങ്ങാതെ ഒരു ഇരിപ്പിരുന്നു ഞാൻ. അന്ന് എനിക്ക് പേടിയായിട്ടു. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഇപ്പോഴും ചെയ്യുന്നൊരു കാര്യം, ഞാൻ 3rd AC-യിലായിരിക്കും മിക്കഴും പോകുന്നത്, കൊച്ചി വരെ പോകുന്നതിന് 500 രൂപ. പിന്നെ ഞാൻ KSRTC ആയാലും എനിക്ക് സേഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴാണ്. പണ്ടത്തെ പോലെയല്ല, ഇപ്പം കുറച്ചുകൂടെ ബെറ്ററാണ്. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് പെട്ടുപോയാൽ നമ്മളെ ഉപദ്രവിക്കാൻ ആൾക്കാരുണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. ഒറ്റയ്ക്ക് ആവാതിരിക്കുക, എപ്പോഴും തിരക്കുള്ള സ്ഥലത്ത് തന്നെ നിൽക്കുക. ഇപ്പം എനിക്കറിയാം, ചിലരൊക്കെ അഹങ്കാരം കൊണ്ട്, അഹങ്കാരമല്ല, ചിലർക്ക് എന്തോ എനിക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ള കാര്യം, നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിച്ച് എന്തും ചെയ്യാൻ പറ്റും. പക്ഷേ ഒരാളുടെ കൂടെ അടിയൊന്നും കൂടി നിൽക്കാനുള്ള ഒരു പവർ എനിക്കില്ല. അപ്പം ഞാൻ എടുക്കുന്നത് പെപ്പർ സ്പ്രേ എടുക്കാറുണ്ട്, കുറച്ച് പിന്നെ ഞാൻ എന്താ പറയുക, പെപ്പർ സ്പ്രേ ആണ് കൂടുതലും വച്ചേക്കുന്നത്. പിന്നെ ഞാൻ അങ്ങനെ ലേറ്റ് നൈറ്റിലൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് സഞ്ചരിക്കുക വെച്ചാൽ ഓഫ് കോഴ്സ് സഞ്ചരിക്കും, പക്ഷേ അത്യാവശ്യം നല്ല ആൾക്കാരുള്ള സ്ഥലത്തൂടെ മാത്രമേ പോകാറുള്ളൂ. അല്ലാതെ എനിക്ക് ഓഫ് കോഴ്സ് എനിക്ക് പേടിയാണ്. ഇപ്പോഴും ബസ്സിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും മാമന്മാരൊക്കെ അടുത്ത് വന്നിരിക്കണേ എനിക്ക് ഭയങ്കര പേടിയാണ്. കയറി പിടിക്കുമെന്നോ ഉപദ്രവിക്കുമെന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ബാഗൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കും,
ഇങ്ങനെ സീരിയസ്ലി ഇങ്ങനെ ഇരിക്കണം ഗൈസ്. ഓക്കെ, ആയിട്ട് എനിക്ക് വന്ന ക്വസ്റ്റ്യൻ ഒരുപാട് പേര്, ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം, എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. റിലേഷൻഷിപ്സ് എത്ര എണ്ണം ഉണ്ടായിരുന്നു, ഫുൾ സ്റ്റോറി. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ പോണെടുത്ത് വരണടുത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുമെന്നാണോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും മുമ്പും ഇത് കണക്കാണ് അങ്ങാടി തോറ്റേൻ അമ്മേരെ നെഞ്ചാത്തെന്ന് പറയണോ, അല്ല എവിടെയെങ്കിലും ആരെങ്കിലും ഇപ്പം ഏതെങ്കിലും ഒരു യൂട്യൂബർ അവർ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് വെച്ചെന്നും പറഞ്ഞു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും വെച്ചെന്നും പറഞ്ഞു, ദയവ് ഇതും മറ്റുള്ളവരും അങ്ങനെയാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. ഈ പറയുന്ന ആൾക്കാർ പലരെയും ചതിക്കുന്നുണ്ടായിരിക്കാം, ചതിച്ചിട്ടും ഉണ്ടായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ചതികളെല്ലാം ഇങ്ങോട്ട് ഏറ്റുവാങ്ങിച്ച ഒരാളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഒരാളാണോ പെണ്ണോ ആര് ചതിച്ചാലും ഈ വിക്ടിമിൻ്റെ വില അല്ലെങ്കിൽ ഈ വിക്ടിമിൻ്റെ വേദന എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് ഇത് ഫേക്ക് ഐഡിയ ആണ് കേട്ടോ, അത് കാണുമ്പോൾ അറിയാം ഫേക്ക് ഐഡിയ ആണ്. ഇത് വല്ലോ PR വർക്കിൻ്റെയോ വല്ലോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൂത്തൂക്കി ചോദിക്കും, ഇതിനുള്ള ഉത്തരം ഞാൻ തരാം. കാരണം വന്നത് മറ്റുള്ളവരെ വെച്ചിട്ട് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും കാണിച്ചു ചോദിച്ചാൽ അത് വെച്ചിട്ട് ദയവ് ചെയ്ത് എല്ലാവരും ജഡ്ജ് ചെയ്യാൻ നടക്കരുത്. അവരെ പോലെ ആയിരിക്കൂല എല്ലാവരും. ഓക്കെ, ചോദിച്ചിട്ടുണ്ടായ ഡിയർ ഗംഗ, വീട് വയ്ക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുമോ, സ്ഥലം വാങ്ങിയതും വീട് വയ്ക്കാൻ തുടങ്ങിയതും എല്ലാ പ്രൊസീജിയേഴ്സും ഒക്കെ ഓഫ് കോഴ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ പകുതി ആയില്ലേ, പകുതി ആയതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഫുള്ളായിട്ട് എല്ലാം ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഗൈസ്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവണ രീതിക്ക് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, BB ഹൗസിൽ പോകാൻ അവസരം കിട്ടിയാൽ പോകുമോ? അവസരം 2 തവണ കിട്ടി, അപ്പം ഞാൻ പോയില്ല. സോ ഗൈസ്, കഴിഞ്ഞ ലാസ്റ്റ്, അതായത് ഈ സീസണല്ല, ഞാൻ പറഞ്ഞുതരാം ആരെ സീസണാണെന്ന്. ശോഭ ആ ചേച്ചിയിലേക്കില്ല, ആ ചേച്ചിയുടെയൊക്കെ സീസണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. എനിക്ക് കോളൊന്നും വന്നിട്ടില്ല. കോള് വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതിൻ്റെ ആൾക്കാരെന്നെ പറഞ്ഞത് പലതവണ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കോള് കണക്ട് ചെയ്യില്ല. കാരണം ആ ഒരു ടൈമിൽ ഫോണൊന്നും ആര് വിളിച്ചാലും ഞാൻ എടുക്കൂലായിരുന്നു. ഇപ്പോഴും അങ്ങനെ അതിനൊന്നും മാറ്റമൊന്നുമില്ല. മിക്കപ്പോഴും ഫോൺ വിളിച്ച് ഞാൻ എടുക്കുന്നു. ഞാൻ ആ സമയത്ത് ഫോണൊക്കെ എപ്പോഴും ഓഫാക്കി വെച്ചിട്ട് വല്ലാത്ത, നിങ്ങൾക്ക് അറിയാലോ ഏതവസ്ഥയായിരുന്നെന്ന്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ ഫോണൊന്നും വിളിച്ചെടുക്കൂലായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിൻ്റെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വേറെ ക്രിയേറ്റേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗംഗ ഒരുപാട് തവണ കോൺടാക്ട് ചെയ്ത് നോക്കിയിരുന്നു, ബിഗ് ബോസ് ഇതിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു, ഇതിൻ്റെ ഓഡീഷൻ വേണ്ടിയിട്ടായിരുന്നു എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാ, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഫ്യൂച്ചർ പ്ലാൻസ് എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ, സ്വപ്നങ്ങൾ ഞാൻ കാണാൻ നിർത്തിയത് കൊണ്ട് ഗൈസ് അങ്ങനെയൊന്നുമില്ല. ഫ്യൂച്ചർ പ്ലാൻസ് എന്തായാലും നടന്നതിന് ശേഷം ഞാൻ പറയുള്ളൂ. അങ്ങനത്തെ ഒരു ചെറ്റ സ്വഭാവം എനിക്ക് അന്നൊന്നും ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നടന്നിട്ട് പറയാം ഗൈസ്. തോൽവി സംബന്ധിച്ച സാഹചര്യം ഓഫ് കോഴ്സ് പല വ്യക്തികളുടെയും എൻ്റെ ജീവിതത്തിൽ പ്രൊഫഷണലി ഒന്നും അങ്ങനെയല്ല. പ്രൊഫഷണലി അങ്ങനെ ഇപ്പം എനിക്ക് മത്സരിക്കേണ്ട ഒരാളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഞാൻ സ്നേഹിച്ച് മത്സരിച്ച് ഞാൻ തോറ്റുപോയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഞാൻ തോറ്റ് തരിപ്പണായിട്ടിരുന്നിട്ടുണ്ട്. എൻ്റെ ഏജ് 25, ഈ ജൂൺ 22 എനിക്ക് 25 ആവും. സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി ഊക്കണേണ ഗൈസ്, എൻ്റെ അടുത്തിട്ട് ആക്കണേണ എന്നെ ബ്യൂട്ടി അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഭംഗിയുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ മനസ്സിന് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പുറമെ എത്ര ഭംഗി ഉണ്ടായിട്ടും കാര്യമില്ല ഗൈസ്, അകമയും കൂടെ നമുക്ക് നല്ലൊരു ഹൃദയം വേണം, ഇല്ലെങ്കിൽ നമ്മൾ തകർന്നു. ഗായ്സ്, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ പറഞ്ഞുതരാം, ഞാനിപ്പം ഇത് പറയാണ്, മുമ്പും ഏതെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് വൈറ്റനിങ് ക്രീംസ് പ്രൊമോട്ട് ചെയ്യുന്ന വെച്ചിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ പള്ളുകളിയായിരുന്നു ഞാൻ വൈറ്റനിങ് ക്രീംസ് പ്രൊമോട്ട് ചെയ്തു എന്നുള്ളതെന്ന് നിങ്ങൾ എടുത്ത് വെച്ച് നോക്കുക. ഈ നിമിഷം വരെ നമ്മുടെ ചാനലിൽ ഒരു സ്കിൻ വൈറ്റനിങ് പ്രോഡക്ട്സ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ അതിനെതിരെ ഒരു വീഡിയോ ഇട്ടു, അതും ഈ പ്രശ്നത്തിനൊക്കെ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഒരിക്കലും സ്കിന്നിന് നല്ലതൊന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ അതിന് മുന്നേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോയി മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പും ഫേക്ക് ലവ് സ്റ്റോറിയും ഫേക്കൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവരും മറ്റേ യൂട്യൂബേഴ്സും ക്രിയേറ്റേഴ്സും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. എല്ലാവരും അങ്ങനെയല്ല. ഇവിടെ പലരും അങ്ങോട്ട് ചതിച്ചിട്ടുണ്ടെങ്കിൽ എന്നതാ ഇങ്ങോട്ട് ചതിച്ചവരാണ് ലൈഫിൽ വന്നിട്ടുള്ളവരൊക്കെ. അപ്പം അതുകൊണ്ട് ചതിയുടെയൊക്കെ വേദന അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് ഗൈസ്, ദയവ് ചെയ്ത് കാര്യം അറിഞ്ഞിട്ട് കുത്തുക, കാര്യം അറിഞ്ഞിട്ട് പറയുക. എല്ലാവരും എല്ലാവരുടെയും പോലെയല്ല. ഫേക്കായിട്ട് നിൽക്കാൻ പറ്റുന്നവരുണ്ട്, ചതിക്കാൻ പറ്റുന്നവരുണ്ട്, പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ
എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ പറ്റൂല. ലൈക്ക് എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ മനസ്സ് തന്നെ പല സമയത്തും എൻ്റെ കാര്യത്തിന് പല കാര്യങ്ങൾക്കും വില്ലനാണ്, എൻ്റെ പല കാര്യങ്ങൾക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ എന്നെ മണാൾട്ടടിക്കാൻ വേണ്ടിയിട്ട് വരരുത്. ഓക്കെ. സോ ഗൈസ്, എൻ്റെ ഇവിടെ മുടി വളർന്ന കണ്ട ഗൈസ്, ഞാൻ ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ദയവേത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ആരും റോസ്മേരി വാറ്ററൊന്നും വാരി കോരം ദേഹത്തടിക്കരുത്, തലയിലടിക്കരുത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വളരും. സോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കാം അടുത്തൊരു വീഡിയോ കാണാൻ. ബൈ ബൈ.